എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നെഗറ്റീവ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഹോളിവുഡ് സ്റ്റൈലിലേക്കുള്ള വേറെ ജോണറുള്ള ഒരു മൂവിയാണ്. ത്രില്ലറാണ്, റിയൽ ത്രില്ലറാണ്. പടം കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. അതായത് എന്താണ്, ഈ നമ്മൾ പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു അറ്റംപ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ സിനിമകളിലും എങ്ങനെയാണ്, നായകനൊരു പോസിറ്റീവ് സൈന്, വില്ലൻ ഒരു നെഗറ്റീവ് ടച്ചാണ്. ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നെഗറ്റീവ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നായകൻ, നായിക, ഉപനായിക, വില്ലൻ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ടച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പടം, അതൊരു ഡിഫറൻറ്റ് അറ്റംപ്റ്റാണ്. കാരണം മലയാള സിനിമയിൽ വളരെ കുറച്ച് പടങ്ങളിലെ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു അറ്റംപ്റ്റാണ്. മേക്കിംഗ് നമുക്ക് ഹോളിവുഡിലാണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ഈ മലയാളത്തിൽ നിന്ന് അവർ പൈസ മുടക്കി ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഫോർ മീ എനിക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ്. ദെൻ 100 മാർക്സ് ടു ഡയറക്ടർ. വളരെ വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അനൂപ് മേനോൻ്റെ വെരി പവർഫുൾ ഡയലോഗ്സ് എല്ലാം തന്നെ അങ്ങനെ വളരെ നല്ലതാണ്. ഒരു ഡൽ മൊമെൻ്റ് ഇല്ല. അത്രയും അങ്ങനെ ത്രില്ലറാണ്, റിയൽ ത്രില്ലറാണ്. ആക്ടിങ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു മൂവി ആണെങ്കിലും ആർക്കും ഒരു ഓവർ ആക്ഷൻ ഇല്ല. ഒരു ഹോളിവുഡ് സ്റ്റൈലിലേക്കുള്ള വേറെ ജോണറുള്ള ഒരു മൂവിയാണ്. മലയാളത്തിൻ്റെ സാധാരണ കണ്ടുവരാത്തൊരു സിനിമയാണ്. പടത്തിൽ അഭിനയം എല്ലാം അനൂപ് മേനോനെല്ലാവരും എല്ലാം അത്യാവശ്യം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. മലയാളം സ്റ്റൈലല്ല, പക്ഷെ എല്ലാവർക്കും എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഹോളിവുഡിൽ കാണുന്ന പോലെ ഉള്ള ഒരു സീൻസും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ എന്താ പറയുക ഡയറക്ഷൻ. എവരിത്തിങ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവി. ഇത് ഇവർ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് നന്നായിട്ടുണ്ട്. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ അത്ര കണ്ട് അതൊരു എഫക്റ്റീവ് ആയില്ല എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഒരു പാട്ട് ആക്ച്വലി ചിത്രയിൽ പാടിയ പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഇവർ ഉദ്ദേശിച്ച ചെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന കറപ്ഷനും കാര്യങ്ങളും അത് ബന്ധപ്പെട്ടതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു കണ്ടൻറ്റ് നന്നാണ്, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ അത്ര കണ്ട് ഇതായില്ല. അപ്പോൾ അതുകൊണ്ട് മെനൻ പോലത്തെ അത്രയും ഒരു പൊട്ടൻഷ്യൽ ഒരു ആർട്ടിസ്റ്റിന് ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തെ അത്ര കണ്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ലാൽ സാർ ഓക്കെയാണ്. പിന്നെ ആർട്ടിസ്റ്റ് ബാക്കിയുള്ളവരൊക്കെ അവർ പുതിയ 3 നടിമാരും പടത്തിനകത്തുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നല്ല പടമാണ്. അത് കൊള്ളാം. രണ്ടുപേരും ലാലു പിന്നെ പറയണ്ടല്ലോ, ഈസ് ആൾവേസ് ഗുഡ്.